ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 25-ാമത്തെ അധ്യായത്തിലാണ് ഉള്ളത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു പ്രവാചകന്മാരും അവർക്കെല്ലാം നൽകപ്പെട്ട മഹത്വങ്ങൾ, പ്രത്യേകതകൾ, അതുമായി നമ്മുടെ നബിയുടെ മഹത്വം, പ്രത്യേകത, അതിനെ തുലനം ചെയ്തിട്ടുള്ള ചർച്ചയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയുടെ അവസാന ഭാഗമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് യഹ്യാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയാനുണ്ട്. അതിൻ്റെ ശേഷം ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വലി യഹ്യാ ഈതാഉൽ ഹുക്മി സ്വബിയ്യൻ ഫലി നബിയ്യിന മിസ്ലുഹു വഹുവ ബൈന അബദത്തിൽ ഔസാൻ. യഹ്യാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയപ്പെടുന്ന അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച ഒരു പ്രത്യേകതയാണ് യഹ്യാ നബി അലൈഹി സ്വലാമിനിക്ക് ചെറുപ്രായത്തിൽ തന്നെ പ്രത്യേകമായ അവബോധവും പ്രത്യേക കാഴ്ചപ്പാടും ഹിദായത്തും അല്ലാഹു തആല നൽകിയെന്ന്. പ്രവാചകത്വം നൽകിയെന്നല്ല, പ്രവാചകത്വം എല്ലാ നബിമാർക്കും 40 വയസ്സിന് ശേഷമാണ് നൽകിയിട്ടുള്ളത്. ഈസാ നബിക്ക് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈസാ നബി അലൈഹി സ്വലാമിനിക്ക് തൊട്ടിയിൽ കിടക്കുന്ന സമയത്ത് പ്രവാചകത്വം ലഭിച്ചു എന്നും, അതുപോലെ കുട്ടിപ്രായത്തിൽ യഹ്യാ നബിക്ക് ലഭിച്ചു എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിലും അതല്ല പ്രബലം. ഈസാ നബിയും യഹ്യാ നബിയും അടക്കമുള്ള എല്ലാ പ്രവാചകന്മാർക്കും പ്രവാചകത്വം ലഭിച്ചത് 40 വയസ്സിന് ശേഷമാണ്. എന്നാൽ യഹ്യാ നബി അലൈഹി സ്വലാമിനിക്ക് ചെറുപ്രായത്തിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞു യഹ്യാ നബിനെ കുറിച്ച്, വഅതൈനാഹുൽ ഹുക്മ സ്വബിയ്യ, ചെറുപ്രായത്തിൽ തന്നെ നല്ല തൻ്റെടവും അവബോധവും യഹ്യാ നബിക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ചെറിയ കുട്ടിയാവുമ്പോൾ നൽകിയെന്ന്. അതുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ നബിക്കും അതുപോലെ ഉണ്ടല്ലോ. വലി യഹ്യാ ഈതാഉൽ ഹുക്മി സ്വബിയ്യ, യഹ്യാ നബി അലൈഹി സ്വലാമിനിക്ക് ചെറുപ്രായത്തിൽ തന്നെ അല്ലാഹു തആല പ്രത്യേക ഹിക്മത്ത് നൽകി. എന്നാൽ ഫലി നബിയ്യിന മിസ്ലുഹു, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അതുപോലെ അല്ലാഹു തആല വലിയ തൻ്റെടവും അവബോധവും നൽകി. വഹുവ ബൈന അബദത്തിൽ ഔസാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഗ്രഹാരാധനകർക്ക് ഇടയിലാണ് ജീവിക്കുന്നത്. മുത്തുനബിൻ്റെ ഉമ്മയും ഉപ്പയും വല്യുപ്പയും വല്യുമ്മയൊന്നും വിഗ്രഹാരാധന നടത്തിയിട്ടില്ല എങ്കിലും, പക്ഷേ മുത്തുനബിയുമായി ബന്ധമുള്ള കുടുംബാദികൾ, പിതൃവ്യന്മാർ, മുത്തുനബിയുടെ ഉപ്പയുടെ സഹോദരന്മാർ, സഹോദരിമാർ, അങ്ങനെയുള്ള ഖുറൈശികളിൽ ഒട്ടുമിക്ക ആളുകളും വിഗ്രഹാരാധന നടത്തുന്നവരാണ്. ആ കാലഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പപ്രായം മുതൽക്കും മുത്തുനബിക്ക് നുബുവത്ത് കിട്ടുന്ന സമയം വരെയും കഅബയുടെ ഉള്ളിലും പുറത്തുമായി 360 വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് ആ ഖുറൈശികൾ ആ വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുമായിരുന്നു. അപ്പം അത്രയും വിഗ്രഹാരാധന നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശൈശവം. എന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിഗ്രഹാരാധനയിലേക്ക് പോവുകയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്രിയകൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. മുത്തുനബി നല്ല ഹിദായത്തുള്ള ആളായി, നല്ല മഹ്ദിയായി, അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണവും മുക്തിയും പാപസുരക്ഷതയും നൽകപ്പെട്ട ആളായി ജീവിച്ചു. പാപസുരക്ഷത എല്ലാ അമ്പിയാക്കന്മാർക്കുമുണ്ട്. അതിലും കവിഞ്ഞുള്ള ഒരു പ്രത്യേക അവബോധവും തൻ്റെടവുമാണ് യഹ്യാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞത്. ബൽ ഊതിയ റിസാലത്ത, തന്നെയുമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നതിന് ശേഷം മാത്രമല്ല നബി തങ്ങളുടെ അവബോധം. യഥാർത്ഥത്തിൽ നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ വരുന്നതിൻ്റെ മുമ്പ്, അതായത് ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകത്ത് വെച്ച് തന്നെ മുത്തുനബി റസൂലും പ്രബോധകനും നബിയും പ്രവാചകനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകത്ത് വെച്ചിട്ട് തന്നെ പ്രവാചകത്വം ലഭിക്കുകയും അവിടെ വെച്ച് പ്രബോധനം നടത്തുകയും ചെയ്യുക, മലക്കുകളെയും മറ്റുള്ള അർവാഹിനൊക്കെ പ്രബോധനം നടത്തുക എന്ന് പറയുന്നത് അത് ആർക്കും ലഭിക്കാത്ത, മുത്തുനബിക്ക് നേരത്തെ നൽകപ്പെട്ട ഒരു മഹത്വം തന്നെയാണ്. ഊതിയ റിസാലത ഫി ആലമിൽ അർവാഹി,
ആത്മാക്കളുടെ ലോകത്ത് വെച്ച് മുത്തുനബിക്ക് പ്രവാചകത്വം നൽകപ്പെട്ടു, റസൂലാക്കപ്പെട്ടു. ഖബറുൽ ജുസ്മാൻ, ബോഡികളുടെ ലോകത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ്, തടികളുടെ ലോകത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ്. വഹുവ ഹസൂറുൻ, യഹ്യാ നബിക്കുള്ള മറ്റൊരു പ്രത്യേകത ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഹസൂർ എന്ന്. യഹ്യാ നബി അലൈഹിസ്സലാം അവിവാഹിതനാണ്. യഹ്യാ നബി വിവാഹം കഴിച്ചിട്ടില്ല, അങ്ങനെ ജീവിച്ച് വഫാത്തായി. അപ്പോൾ അത് യഹ്യാ നബിക്ക് ഉള്ളൊരു പ്രത്യേകതയാണ്. വിവാഹം ചെയ്തിട്ടില്ലെങ്കിലും യഹ്യാ നബി ഒരു വേണ്ടാത്ത ഒരു കാര്യങ്ങളിലേക്കും പോയില്ല, ഒരു തെറ്റും ചെയ്യാതെ അങ്ങനെ അവിവാഹിതനായി ജീവിച്ചു. അത് യഹ്യാ നബിൻ്റെ ഒരു പ്രത്യേകതയായി പറഞ്ഞു. എന്നാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരേ സമയത്ത് 12 ഭാര്യമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ രഹസ്യം എന്താ? ഫനബിയുന, നമ്മുടെ നബി തസവ്വജ, വിവാഹം ചെയ്തത്, ലിയതഅസ്സാ ബിഹി മൻ ലഹു ഇലൻ നികാഹി തബഖാൻ, വിവാഹം ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവും. എത്രയോ ആൾ, സാധാരണക്കാർ, പ്രവാചകന്മാരല്ലാത്ത സാധാരണക്കാർ വിവാഹം ചെയ്തില്ലെങ്കിൽ തെറ്റിലേക്ക് പോകുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. അതുകൊണ്ട് വിവാഹം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ടാകാൻ വേണ്ടി, മുത്തുനബിയെ പാഠമാക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. അങ്ങനെ പാഠമാക്കിയാലോ എന്താതുകൊണ്ടുള്ള ഉപകാരം? ഫതഖ്സുറ ഉമ്മത്തുൽ ഇജാബത്തി, മുത്തുനബിയുടെ ദീന് അനുകരിക്കുന്ന, അംഗീകരിക്കുന്ന ഉമ്മത്ത്, സമുദായം ഇവിടെ വർദ്ധിക്കും. മുത്തുനബിയുടെ മക്കളും മക്കളെ മക്കളുമായി അന്ത്യനാൾ വരെ ഇവിടെ അഹ്ലുബൈത്ത് ഇവിടെ ഉണ്ടാവും. അതിൻ്റെ പുറമെ മുത്തുനബി വിവാഹം ചെയ്തിട്ടുണ്ടല്ലോ, മുത്തുനബിക്ക് അല്ലാഹു തആല എത്രയും കെട്ടാമെന്നുള്ള അനുമതി കൊടുത്തപ്പോൾ 12 വരെ കെട്ടിയല്ലോ. അതുകൊണ്ട് 4 ഭാര്യമാരെ വരെ കെട്ടാൻ അല്ലാഹു തആല മറ്റുള്ളവർക്ക് അനുമതി കൊടുത്തപ്പോൾ അതിനുള്ള സൗകര്യങ്ങളും ആരോഗ്യമൊക്കെ ഉള്ള ആളുകൾക്ക് 4 ഭാര്യമാരെ കെട്ടുകയോ ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ അവനവൻ്റെ കഴിവനുസരിച്ച് ചെയ്യാം. അതുകൊണ്ട് ഒരു വിവാഹമെങ്കിലും ചെയ്യുമ്പോൾ ദീനുൽ ഇസ്ലാമിൽ മുത്തുനബിൻ്റെ ഉമ്മത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുക. തൗഹീദി വൽ ഈമാൻ, തൗഹീദിൻ്റെയും ഈമാനിൻ്റെയും വാക്താക്കൾ വർദ്ധിക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത് മാതൃകയായി. അതാണ് ഏറ്റവും നല്ല രീതി. വിവാഹം ചെയ്യാതെ നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല രീതി കുറേ അള്ളാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ ഇവിടെ ഉണ്ടാകാൻ വേണ്ടി വിവാഹം ചെയ്ത് മാതൃകയാകുവാണ് വേണ്ടി. വലിയ ഈസ ഇഹ്യാ ഉൽ മൗത്ത, അതായത് യഹ്യാ നബി അലൈഹി സ്വലാമിനിക്ക് അള്ളാഹു നൽകിയ മനക്കരുത്ത്, വിവാഹിതനാവാതെ തന്നെ തെറ്റിൽ നിന്ന് പൂർണ്ണമുക്തനായി ജീവിച്ചു എന്ന് പറയുന്നത് വലിയൊരു പ്രത്യേകത തന്നെയാണ്, മഹത്വം തന്നെയാണ്. അത് മഹത്വമല്ല എന്നല്ല പറയുന്നത്, പക്ഷേ അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠം, ഉചിതം വിവാഹം ചെയ്ത് പിന്നെ സന്താനങ്ങളൊക്കെ ഉണ്ടായി അള്ളാഹിനെ കൊണ്ട് റസൂലിനെ കൊണ്ട് വിശ്വസിക്കുന്ന കുറേ മുഅ്മിനീങ്ങൾ ഉണ്ടാകുന്ന കുടുംബജീവിതം നയിക്കലാണ് ഏറ്റവും കൂലിയുള്ള കാര്യം, ഏറ്റവും ശ്രേഷ്ഠമായ രീതി. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. ഇനി നമുക്ക് ഈസാ നബിയെക്കുറിച്ച് പറഞ്ഞാൽ ഈ ചർച്ച അവസാനിക്കും. വലിയ ഈസ ഇഹ്യാ ഉൽ മൗത്ത, ഈസാ നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ട ഒരു പ്രത്യേകതയാണ് മരിച്ചവരെ പുനർജീവിപ്പിക്കുക. ഖബറിങ്ങ പോയി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ കുമ്പി ഇതിനില്ല, അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ആ ഖബറാളി എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ എത്രയോ ആളുകളെ ഈസാ നബി അലൈഹി സ്വലാം പുനർജീവിപ്പിച്ചിട്ടുണ്ട്. വൈബറാ ഉൽ അബറസി, വെള്ളപ്പാണ്ടുള്ള ആളുകൾ, അങ്ങനെ വെള്ളപ്പാണ്ടുള്ള ആളുകളെ ഈസാ നബി അലൈഹി സ്വലാം പൂർണ്ണമായി സുഖപ്പെടുത്തി. വൽ ഉംയാൻ, അന്ധന്മാർ, ജനിക്കുമ്പോഴേ കണ്ണ് കാണാതെയുള്ള അന്ധന്മാരെ ഈസാ നബി അലൈഹി സ്വലാം സുഖപ്പെടുത്തി. എന്നാൽ അതിനോട് കടപിടിക്കുന്ന മുഅ്ജിസാത്തുകൾ, മഹത്വങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുണ്ട്. മുത്തുനബി മാത്രമല്ല, മുത്തുനബിൻ്റെ ഉമ്മത്തിലുള്ള ഔലിയാക്കന്മാരും ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. എത്രയോ ഔലിയാക്കന്മാർ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. മൊയ്‌ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുരീദന്മാരിൽ ധാരാളം ആളുകൾ, അലിയുൽ ഹീത്തി, ബഖാ ഇബ്നു ബത്തു തുടങ്ങിയ ധാരാളം ഔലിയാ
ഹയാത്ത് ബിൻ ഖൈസ്, അങ്ങനെയുള്ള മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുള്ള മുരീദന്മാരൊക്കെ ഇതേ കറാമത്ത് പ്രകടിപ്പിക്കുന്നവരായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മരണപ്പെട്ടവരെ പുനർജീവിപ്പിക്കുക, വെള്ളപ്പാണ്ടുള്ളവരെ സുഖപ്പെടുത്തുക, കുഷ്ഠരോഗത്തെ സുഖപ്പെടുത്തുക, ഇങ്ങനെയുള്ള ബധിരന്മാരെ, അന്ധന്മാരെ ആ ന്യൂനത നീക്കിക്കളയുക, ഇതെല്ലാം അവർ ചെയ്തിരുന്നു. അതിനുള്ള കറാമത്ത് നൽകപ്പെട്ടവരായിരുന്നു എന്ന് സനദോടുകൂടെ സ്ഥിരപ്പെട്ട ചരിത്രത്തിൽ കാണാം. ഇമാം ഷത്വനൂഫി അവരുടെ ബഹജത്തുൽ അസ്റാറിൽ അത് വിവരിച്ചതായി കാണാം. അത് മുത്തുനബി അവരാരും പ്രവാചകന്മാരല്ല, മറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് തന്നെ അങ്ങനത്തെ മഹത്വം ഉണ്ടെങ്കിൽ പിന്നെ മുത്തുനബിക്ക് അങ്ങനത്തെ മഹത്വം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. ഫലിനബിയിന, നമ്മുടെ നബി, യഹ്യാ വലദി അജൂസിൻ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് ഒരു കിളവിയുടെ, ഒരു സ്വഹാബിയത്തായ വനിതയുടെ, പ്രായം ചെന്ന ഒരു സ്വഹാബി വനിതയുടെ മകനെ ജീവിപ്പിച്ചു, പുനരുജ്ജീവിപ്പിച്ചു. ഒരു പ്രായം ചെന്ന സഹോദരി മക്കയിൽ നിന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് വിശ്വസിച്ച് മദീനയിലേക്ക് ഹിജറ പോയി. കാരണം മുത്തുനബി ഹിജറ പോയ ശേഷം എന്തായാലും അവിടെ നിൽക്കാൻ പാടില്ല, ശത്രുക്കളുടെ അടിയിൽ നിൽക്കാൻ പാടില്ല, ഹിജറ പോകൽ നിർബന്ധമായിരുന്നു. മക്ക ഫത്ഹാകുന്നത് വരെ ഹിജറ പോകൽ നിർബന്ധമായിരുന്നു. അങ്ങനെ ആ സഹോദരി തൻ്റെ മോനുമായി പ്രായപൂർത്തിയാവാത്ത ഒരു മകനുണ്ടായിരുന്നു ആ കിളവിക്ക്. ആ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരുമില്ലായിരുന്നു. ആ മകനെ കൂട്ടി മദീനയിലേക്ക് എത്തി. മദീനയിലെത്തിയപ്പോൾ മദീനയുടെ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് സാധാരണഗതിയിൽ മദീനക്കാരല്ലാത്തവർക്ക് അവിടെ ഭയങ്കര പ്രയാസമായിരുന്നു, ശല്യമായിരുന്നു. പനി, ശക്തമായ പനി പിടിപെടുമായിരുന്നു. സ്വഹാബത്തിനും അവിടെ ഹിജ്റ പോയ സമയത്ത് അതുണ്ടായിരുന്നു. പിന്നീട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പനി മദീനയിൽ നിന്നും തൊട്ടകലയിലേക്ക് ആക്കാൻ വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ ആ ക്ലൈമറ്റ് പ്രശ്നം, മദീനയിലുള്ള ആ പനി ദൂരീകരിക്കപ്പെട്ടു. പക്ഷെ അതിൻ്റെ മുമ്പാണ് ഈ വനിത, ഈ സ്വഹാബി വനിത മദീനയിലേക്ക് എത്തുന്നത്. അങ്ങനെ ആ കുട്ടിക്ക്, ആ സ്വഹാബിയായ കുട്ടിക്ക്, പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ്. ഇമാം ബൈഹഖിയും ഇബ്നു സുന്നി അങ്ങനെ ധാരാളം ഹദീസിൻ്റെ കിതാബിൽ ഈ സംഭവം വിവരിച്ചതായി കാണാം. അബൂ നുഐം റഹിമഹുല്ലാനെ പലരും വിവരിച്ചിട്ടുണ്ട്. പനി ശക്തമായി ആ കുട്ടി മരണപ്പെട്ടപ്പോൾ ആ കുട്ടിയെ കുളിപ്പിച്ചു, കഫൻ ചെയ്ത്. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കുട്ടിയുടെ ഉമ്മയെ ഈ വിവരം അറിയിക്കണം, നാം ഈ കുട്ടിക്ക് അവസാന കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പോവുകയാണ്, വിവരം അറിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയുടെ ഉമ്മയ്ക്ക് വിവരം അറിയിച്ചു. ഉമ്മ വന്ന് ആ കുട്ടിയുടെ രണ്ട് കാലുകളുടെ അടുത്തിരുന്ന് ആ ഉമ്മ പറഞ്ഞു, അള്ളാഹുവേ, നിനക്കറിയാമല്ലോ ഞാൻ ഈ മദീനയിലേക്ക് വന്നത് നിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ച് നിന്റെ പ്രീതി കാംക്ഷിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഈ കുട്ടിയല്ലാതെ വേറെ ആരുമില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ കുട്ടി മരണപ്പെട്ടു, ഇവിടെ മദീനയിലേക്ക് ഹിജ്റ വന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാതെ മരണപ്പെട്ടു എന്ന് അറിഞ്ഞാൽ മക്കയിലുള്ള ആളുകളൊക്കെ എന്നെ കളിയാക്കി വഷളാക്കും. അതുകൊണ്ട് നീ എനിക്ക് എൻ്റെ ഈ കുട്ടിയെ നീ പുനർജീവിപ്പിച്ച് തരണേ എന്ന് ആ ഉമ്മ അവിടെ വെച്ച് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ രണ്ട് കാലുകൾ അനങ്ങി. പിന്നീട് ആ കുട്ടി എഴുന്നേറ്റ് ഇരുന്നു. അവസാനം സ്വഹാബത്തിൻ്റെ കൂടെ, മുത്തുനബിൻ്റെ കൂടെയും സ്വഹാബത്തിൻ്റെ കൂടെയും ആ കുട്ടി ഭക്ഷണം കഴിച്ച് അങ്ങനെ പുനർജീവം നൽകപ്പെട്ടു. പിന്നീട് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ശേഷം, ഈ കുട്ടിയുടെ ഉമ്മയും വഫാത്തായ ശേഷമാണ് ആ സ്വഹാബി, പുനർജീവിപ്പിക്കപ്പെട്ട സ്വഹാബി വഫാത്തായത് എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അങ്ങനെയുള്ള മഹത്വം ഉണ്ടായിട്ടുണ്ട്. വഷാത്തി ജാബിരിൻ, ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആടിനെ പുനർജീവിപ്പിച്ചു. ബഅദമ അകലുൽ ലുഹ്മാൻ, അവർ ആട്ടിറച്ചി ഭക്ഷിച്ച ശേഷം,
വേവിച്ച് ആടിൻ്റെ ഇറച്ചി ഭക്ഷിച്ച ശേഷം, ആ സംഭവം ബൈഹഖിയും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു മുത്തുനബിൻ്റെ അടുത്ത് മദീന പള്ളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ, മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മുഖം വിഷന്നുകൊണ്ട് വല്ലാതെ മുഖത്തിൻ്റെ നിറം മാറിയിട്ടുണ്ട്. ഇത് ജാബിർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചെന്ന് പറഞ്ഞു, അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായിട്ടുണ്ട്, വിഷന്നുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് എന്തെങ്കിലും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വീട്ടിലാകെ ഉള്ള ഒരു ആട്, ആ ആടിനെ അവർ അറുത്ത് അത് വേവിച്ച് മദീന പള്ളിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അവിടെ സുഫയിൽ മദീന പള്ളിയുടെ വരാന്തയിൽ ധാരാളം സ്വഹാബത്ത് റസൂലുള്ളാഹിൻ്റെ ഹദീസ് പഠിച്ചുകൊണ്ട് അവിടെ കഴിയുന്നവരുണ്ട്. ആ സ്വഹാബത്തിനെല്ലാം വിളിച്ച് അവർ ഈ ജാബിർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ആടിൻ്റെ ഇറച്ചി ഭക്ഷിച്ചു. അന്നേരം അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളെ എല്ല് പൊട്ടിക്കാതെ ആ എല്ലുമ്മയുള്ള ആ ഇറച്ചി തിന്നണം, എല്ല് പൊട്ടിക്കരുത് എന്ന് പറഞ്ഞു. അവർ ഇറച്ചി തിന്നിട്ട് ആ എല്ലെല്ലാം കൂട്ടിയിട്ടിട്ട് മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കോഴിയിറച്ചി തിന്ന ശേഷം എല്ലുകളോട് എണീറ്റ് പോകാൻ പറഞ്ഞു. കോഴിയായി കൂക്കിപ്പാറിയല്ലോ, അങ്ങനെ കറാമത്ത് കാണിച്ചല്ലോ. എന്നതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ എല്ലുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടപ്പോൾ ഭക്ഷണം കഴിച്ച ശേഷം ആ എല്ലുകളോട് എണീറ്റ് പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ എല്ലുകൾക്ക് പുനർജന്മം നൽകപ്പെട്ടു. പൂർണ്ണമായ ഒരു ആട്ടുംകൂട്ടി നേരത്തെ ഉള്ളതുപോലെ തന്നെ ഒരാടായി മാറി. ജാബിർ റളിയല്ലാഹു അൻഹു ആ ആടിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി നല്ല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ആടായി. പിന്നീട് ജാബിർ റളിയല്ലാഹു അൻഹുവിന് വലിയ ബറക്കത്തായി. അപ്പം അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇബ്റാഉൽ അബ്കമി വൽ അഅമ, അതുപോലെ മൂകനെയും അന്ധനെയും സുഖപ്പെടുത്തി. സംസാരിക്കാൻ കഴിവില്ലാത്ത, ജന്മനാ സംസാരശേഷിയില്ലാത്ത ആക്കാണ് അബ്കം എന്ന് പറയുക, മൂകൻ. വൽ അഅമ, അന്ധൻ. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുബുലുൽ ഹുദാ വർ റഷാദിൽ എല്ലാം അത് വിവരിച്ചതായി കാണാം. വറദ്ദുൽ ഐനി സാഖിതത്തി ഫീ ഗായത്തിൽ ഇബ്സാരി വൽ ഇഹ്സാൻ. വറദ്ദുൽ ഐനി സാഖിതത്തി, ഒരു സ്വഹാബി, ബദർ യുദ്ധത്തിൽ ഒരു സ്വഹാബി, ആ സ്വഹാബിയുടെ കണ്ണിലേക്ക് ഒരു അമ്പ് വന്ന് കണ്ണ് പൊട്ടിപ്പോയി, അമ്പ് ഏറ്റ് കണ്ണ് പൊട്ടിപ്പോയി. ആ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമനീര് ആ പൊട്ടിയ കണ്ണിൽ പുരട്ടിക്കൊടുത്തു. അങ്ങനെ ആ നിമിഷം തന്നെ ആ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയെന്ന് കാണാം. റദ്ദുൽ ഐനി സാഖിതത്തി, താഴെ വീണുപോയ കണ്ണ്, ആ കണ്ണിനെ വീണ്ടും യഥാസ്ഥാനത്തേക്ക് മടക്കി വച്ചു. ഫി ഗായത്തിൽ ഇബ്സാർ, ഏറ്റവും നല്ല പവറുള്ള കാഴ്ചയോടെ, വൽ ഇഹ്സാൻ, ഭംഗിയോടെയും. ആ സംഭവം നാം നേരത്തെ വിവരിച്ചതാണ്. ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് യുദ്ധവേളയിൽ, ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിന് ശത്രുക്കളുടെ ആക്രമണത്തിൽ ആ കണ്ണ് വീണുപോയി, മുഖത്തേക്ക് തൂങ്ങിപ്പോയി. കണ്ണിൻ്റെ കൃഷ്ണമണി. കാഴ്ച നഷ്ടപ്പെടുക മാത്രമല്ല ഉണ്ടായത്, കണ്ണ് ഫിറ്റ് ചെയ്ത ഭാഗത്തുനിന്ന് ആ നരമ്പ് അറ്റ് തൂങ്ങിപ്പോയി. അന്നേരം ചില സ്വഹാബികൾ പറഞ്ഞു, ചെറിയ ഒരു പിടുത്തത്തുമ്മേ അത് തൂങ്ങി നിൽക്കുകയാണ്, മുഖത്തേക്ക് തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ചില സ്വഹാബിമാർ പറഞ്ഞു, ആ ശല്യമുണ്ടാവണ്ട, അതങ്ങ് ആ തൂങ്ങി നിൽക്കുന്നതും മുറിച്ചു കളയാണ് നല്ലത് എന്ന് പറഞ്ഞു. ആ മറ്റു ചില സ്വഹാബിമാർ പറഞ്ഞു, അത് വേണ്ട, അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, മുത്തനബിൻ്റെ അടുത്തേക്ക് നാം കൊണ്ടു ചെല്ലുക, അവിടുന്ന് പരിഹാരം ഉണ്ടാവും, അവിടുന്ന് എന്താ പറയാമെന്ന് നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തുനബിയുടെ അടുത്തേക്ക് ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ചെന്നു. മുത്തുനബി ആ കണ്ണിങ് സ്വന്തം കൈകൊണ്ട്, മുത്തുനബിയുടെ ഷറഫാക്കപ്പെട്ട ഉൾക്കൈ കൊണ്ട് ആ കണ്ണെടുത്ത് യഥാസ്ഥാനത്ത് വെച്ച്
മുത്തുനബിയുടെ ഉമനീരാക്കി പുരട്ടിക്കൊടുത്തു. അന്നേരം ആ കണ്ണിന് പിന്നെ അങ്ങനെ യാതൊരു പ്രശ്നമുള്ളതായിട്ട് തന്നെ തോന്നാത്ത രൂപത്തിലായിന. ഏത് കണ്ണിനായിരുന്നു ആ പ്രശ്നമുണ്ടായിരുന്നത് എന്ന് വരെ പിന്നീട് അറിയാത്ത രൂപത്തിലായി. മാത്രമല്ല ആ കണ്ണിനായിരുന്നു കൂടുതൽ കാഴ്ച. അദ്ദേഹത്തിൻ്റെ കണ്ണിന് പിന്നെ കാഴ്ച കുറഞ്ഞിട്ടില്ല. രണ്ട് കണ്ണിനും സാധാരണഗതിയിൽ കണ്ണ് രോഗമുണ്ടായാൽ, ചെങ്കണ്ണുണ്ടായാൽ സാധാരണഗതിയിൽ രണ്ട് കണ്ണിനും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഖതാദ റളിയല്ലാഹു അൻഹുവിന് ചെങ്കണ്ണുണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിഫയാക്കി കൊടുത്ത ആ കണ്ണിന് ചെങ്കണ്ണ് പോലും ബാധിക്കാത്ത ഒരസുഖവുമില്ലാത്ത കണ്ണായിരുന്നു എന്ന് ഹദീസ് കാണാം. വഹനീനുൽ ജദ്ഇ ഷൗഖൻ ഇലൈഹി, മുത്തുനബിയോടുള്ള പ്രേമത്താൽ സ്നേഹത്താൽ ഉണങ്ങിയ ഈത്തപ്പനയുടെ തടി കരഞ്ഞ സംഭവവും ഉണ്ടായിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ജീവനില്ലാത്തതാണ് ഉണങ്ങിയ ഈത്തപ്പന തടി. ആ ഉണങ്ങിയ ഈത്തപ്പന തടിക്ക് ജീവനുണ്ടായി എന്ന് പറഞ്ഞാൽ കരഞ്ഞു. ജനങ്ങളല്ല, മുത്തനബി മാത്രമല്ല പള്ളിയിലുള്ള ജനങ്ങളൊക്കെ കേൾക്കുന്ന വിധത്തിൽ ഈത്തപ്പന തടി കരഞ്ഞു. അത് നാം പലപ്പോഴായി വിവരിച്ചിട്ടുണ്ട്. 7-ാമത്തെ അധ്യായത്തിൽ അഷ്റഖ ബൈത്തിൽ അത് പറയുന്നുണ്ട്. അതിൽ നാം അത് വിവരിച്ചതാണ് ആ സംഭവം. കസുബിയാൻ, കുട്ടികൾ ഉമ്മയെ കാണാൻ കഴിയുന്നത് പോലെ സ്നേഹത്തിൽ മുത്തുനബിയോടുള്ള മഹബത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതാൻ വേണ്ടി കയറി നിൽക്കുന്ന മിമ്പർ, ആ മിമ്പറിൻ്റെ കഷ്ണമായ ഈത്തപ്പനയുടെ തടി, ഉണങ്ങിയ തടി, അതിന് പുതിയ മിമ്പർ കൊണ്ടുവന്നപ്പോൾ ആ തടിയെ മാറ്റിവെച്ചു. അങ്ങനെ പള്ളിൻ്റെ പിൻവശത്തിൽ നിന്ന് അത് കരയുന്നത് ജനങ്ങളെല്ലാവരും കേട്ടു. ആ ഈത്തപ്പനയുടെ തടിയെ മുത്തുനബി കൊണ്ടുവന്നു. ആ തടിയോട് മുത്തുനബി സംസാരിക്കുകയും മുത്തുനബിയോട് അത് മറുപടി പറയുകയും ഒക്കെ ചെയ്ത സംഭവം. നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ നീ നിന്നിരുന്ന അതേ തോട്ടത്തിലേക്ക് മടക്കണോ? എന്നിട്ട് അവിടെ നിനക്ക് നല്ല കായ്കളൊക്കെ വീണ്ടും ഉണ്ടാവും, അങ്ങനെ ആവണോ? അതോ നിനക്ക് ഇപ്പോൾ ഞാൻ ഈ മിമ്പറിൻ്റെ ചുവട്ടിൽ നിന്നെ മറമാടാം, നീ നാളെ സ്വർഗത്തിലൊരു ഈത്തപ്പനയായി വരും, അള്ളാഹുവിൻ്റെ ഔലിയായി നാളെ സ്വർഗത്തിൽ വെച്ച് നിൻ്റെ പഴങ്ങൾ ഭക്ഷിക്കും, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ ഈത്തപ്പനയുടെ തടി മറുപടി പറഞ്ഞു, എനിക്ക് നാളെ സ്വർഗത്തിലുള്ളൊരു മരമാകാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബിയുടെ പള്ളിയിൽ തന്നെ ഇപ്പോൾ മുത്തുനബി അന്ന കാലത്ത് ഖുതുബ ഓതിയിരുന്ന മിമ്പറിൻ്റെ ആ ചുവട്ടിൽ അതിനെ മറവ് ചെയ്തു എന്ന് ഹദീസ് കാണാം. അപ്പോൾ അത് ജീവനില്ലാത്ത വസ്തുവിന് ജീവൻ നൽകിയ സംഭവമാണ്. വഫീ മുനിയത്തി സൂൽ ഫീ തഫ്ളീലി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഇസ്സുദ്ദീൻ സുൽത്താൻ, ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം സുൽത്താനുൽ ഉലമ എന്ന് പേരുള്ള ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, സൂഫി വര്യനുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ് മുനിയത്തുസ്സൂൽ ഫി തഫ്ളീലി റസൂൽ, മുത്തനബിയുടെ മഹത്വങ്ങൾ പറയുന്ന കിതാബാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് അന്നൽ അംവാത്തല്ലദീന, എന്താ അവർ പറഞ്ഞത്? അന്നൽ അംവാത്തല്ലദീന അഹ്യാഹും മിനൽ കുഫ്രി ബിൽ ഈമാൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഫറാകുന്ന, മുത്തനബി തങ്ങൾ കുഫർ എന്ന നിർജീവതയിൽ നിന്നും ഈമാൻ എന്ന ജീവൻ നൽകി സജീവമാക്കിയ ആളുകൾ അക്സറു അദദൻ, അവരാണ് കൂടുതൽ. ഈസാ നബി അലൈഹി സ്വലാം 300 അതിൽ പരമോ മരിച്ചുപോയ ആളുകളെ അവർക്ക് ജീവൻ നൽകി. അത് മരിച്ചുപോയ ആളുകളെ പുനർജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്താ സംഭവം? അത് ശാരീരികമായ ജീവനാണ് നൽകിയത്. മരിച്ചുപോയ ആളുകൾ ഏത് മതക്കാരാണെങ്കിലും അവർക്ക് ശാരീരികമായ ജന്മമാണ് നൽകിയത്. മുത്തുനബി നൽകിയത് ശാരീരികമായ ജന്മമല്ല, അതിനേക്കാൾ വലുതാണ് ആത്മീയമായ ജീവൻ. കുഫർ എന്ന് പറഞ്ഞാൽ തന്നെ, അവിശ്വാസം എന്ന് പറയുന്നത് തന്നെ അത് ജീവൻ നഷ്ടപ്പെട്ട ഒരു നിർജീവ അവസ്ഥയാണ്. അപ്പോൾ കുഫറാകുന്ന നിർജീവ അവസ്ഥയിൽ നിന്ന് ഈമാനാകുന്ന ജീവൻ നൽകി
സജീവമാക്കിയ ആളുകളുടെ എണ്ണം അക്സറു അദദൻ, അതാണ് കൂടുതൽ. മിമ്മൻ അഹ്യാഉ ഈസാ ബി ഹയാത്തിൽ അബ്ദാൻ, ഈസാ നബി അലൈഹി സ്വലാം ശാരീരികമായ ബാഹ്യമായ ജീവൻ നൽകിയ ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ എണ്ണമുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനാകുന്ന ജീവൻ നൽകിയ ആളുകൾക്ക്. കാരണം മുത്തുനബിയെ കൊണ്ട് എത്രയോ ആളുകൾ മുസ്ലിമായി മുഅ്മിനീങ്ങളായി. അത്ര ഈസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് മുസ്ലിമായിട്ടില്ല, ഈമാനാകുന്ന ജീവൻ ലഭിച്ചവരായിട്ടില്ല. വശത്താന ബൈന ഹയാത്തിൽ ഈമാനി വ ഹയാത്തിൽ അബ്ദാൻ, ഈമാനാകുന്ന ജീവൻ, ശാരീരികമായ ജീവൻ, ഈ രണ്ട് ജീവൻ്റെ അടിയിൽ വലിയ അന്തരമുണ്ട്. ഈമാനികമായ ജീവൻ കൊണ്ട് കാര്യമുള്ളൂ, കേവലം ശാരീരികമായ ജീവൻ കൊണ്ട് കാര്യമല്ല. ശാരീരികമായ ജീവൻ നൽകപ്പെട്ടത് തന്നെ ഈമാനികമായ ജീവനിലേക്ക് എത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഈമാനികമായ ജീവനാണ് കൂടുതൽ നബിത്തങ്ങളെ കൊണ്ടുണ്ടായത്. കുറേ മരിച്ചുപോയ ആളുകൾ അങ്ങനെ ജീവനാക്കിയിട്ടിട്ട് ജീവൻ നൽകി ഇട്ടത് കൊണ്ട് കാര്യമില്ലല്ലോ. മറിച്ച് വേണ്ടത് കുറെ വിശ്വാസികൾ ഉണ്ടാകാണ് വേണ്ടത്. വഫിൽ തിആമി ഐനി ഖതാദ, ഇതൊക്കെ ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം നിങ്ങൾ പറയാണ്. വഫിൽ തിആമി ഐനി ഖതാദ ബഅദ സയലാൻ, ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് അത് മുഖത്തേക്ക് ഒഴുകി പോയതിന് ശേഷം അത് കണ്ണ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അത് ഒഴുകിപ്പോയി എന്ന് പറഞ്ഞാൽ അത് വീണുപോയി. അതിൻ്റെ ശേഷം വീണ്ടും അത് പൂർവാവസ്ഥയിലേക്ക് എത്തിയതിലുണ്ട്. പൂർവാവസ്ഥയിലേക്ക് എത്തിയത് മാത്രമല്ല, കണ്ണ് നേരത്തെ പോലെ കാഴ്ചക്ക് കുഴപ്പമില്ലാതെ മുറിവൊക്കെ മാറി ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ നിന്നു എന്ന് മാത്രമല്ല, അവർ റദ്ദുൽ ഇബ്സാരി ഇലൈഹ, അതിലേക്ക് വീണ്ടും കാഴ്ചാശക്തിയെ മടക്കി കൊടുക്കുകയും ചെയ്തതിലുണ്ട്. ബഅദ ഫഖദിഹി മിന്ന, ആ കണ്ണിൻ്റെ കാഴ്ചാശക്തി നഷ്ടപ്പെട്ട ശേഷം കാഴ്ചാശക്തി തിരിച്ചു കിട്ടിയതിലുമുണ്ട് മുഅ്ജിസത്താനി, രണ്ട് മുഅ്ജിസത്തുണ്ട്. തീരെ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കാഴ്ച കൊടുത്തതാണ് ഈസാ നബി അലൈഹി സ്വലാം, അതൊരു മുഅ്ജിസത്തേ ആയിട്ടുള്ളൂ. ഇവിടെ ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് നല്ല കാഴ്ചയുള്ളതാക്കിയതിൽ രണ്ട് മുഅ്ജിസത്തുണ്ട്. കാരണം കണ്ണ് യഥാസ്ഥാനത്തിൽ നിന്ന് നീങ്ങിപ്പോയി. ആ കണ്ണിനെ തിരിച്ച് അവിടെ വെക്കുക, ഒരു മുറിവ് പോലും ഒരു അസറ് പോലും കാണാത്ത രൂപത്തിൽ, യാതൊരു അടയാളം പോലും ഇല്ലാത്ത രൂപത്തിൽ അത് മടക്കി വെക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മുഅ്ജിസത്താണ്. പിന്നെ അങ്ങനെ ആദ്യം കാഴ്ച നഷ്ടപ്പെട്ടു പോയ കണ്ണ്, ആ കണ്ണിനെ തിരിച്ചതിലേക്ക് കാഴ്ച കൊണ്ടുവന്നു എന്ന് പറയുന്നത് രണ്ടാമത്തെ മുഅ്ജിസത്താണ്. ഇങ്ങനെ രണ്ട് മുഅ്ജിസത്ത് ഒറ്റ സംഭവത്തിലുണ്ട് എന്ന് ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം തങ്ങൾ പറയുന്നു. മാത്രമല്ല, അത്രേ ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം തങ്ങൾ പറഞ്ഞ വാക്ക് അത്രേ ഉള്ളൂ. ഇനി തുടരുകയാണ്. വലഹു കലാമും ഫിൽ മഹദി, ഈസാ നബി അലൈഹി സ്വലാമിനിക്ക് മഹദിൽ വെച്ച് ഈസാ നബി അലൈഹി സ്വലാം സംസാരിച്ചു. മഹദ് എന്ന തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിൽ ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം സംസാരിച്ചു. അതും നാം 7-ാമത്തെ അധ്യായത്തിൽ ഹിസ്ബുൽ വിലാദ, മുത്തുനബിൻ്റെ പ്രസവം പറയപ്പെടുന്ന ആ ഹിസ്ബിൽ പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിലിൽ സംസാരിച്ച സംഭവം ഖുർആനും വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഫലി നബിയ്യിന മിസ്ലുഹു, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അതുപോലെ തൊട്ടിലിൽ സംസാരം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹീനമാ ഉലിദ ബിത്വീബിൽ അർദാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവ സമയത്ത് ഉണ്ടാവാറുള്ള അർദാൻ എന്ന് പറഞ്ഞാൽ പ്രസവ സമയത്ത് പ്രസവിക്കുന്ന കുട്ടിയുടെ കൂടെ പുറപ്പെടുന്ന മ്ലേച്ഛമായ സാധനം, അങ്ങനെ കുട്ടിയുടെ കൂടെ പോരുന്ന നമ്മൾ മറു എന്നൊക്കെ പറയുന്ന സാധനം, ആ സാധനത്തിന് ദുർഗന്ധമായ ഒന്നും ഇല്ലായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ട സമയത്ത് അതിന് നല്ല സുഗന്ധം ഉണ്ടായിരുന്നു. നല്ല പ്രത്യേക സുഗന്ധം മുത്തുനബി പ്രസവിക്കപ്പെടുമ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സുഗന്ധത്തോടു കൂടെ പ്രസവിക്കപ്പെട്ട സമയത്ത് മുത്തുനബി സംസാരിച്ചിട്ടുണ്ട്. പ്രസവിച്ച് വീണ സമയത്ത് തൊട്ടിയിലേക്ക് പോലും എത്തിയിട്ടില്ല. ആ സമയത്ത് ജലാലു റബ്ബി അർ റഫീഅ് എന്ന്
മുത്തുനബി ശരിക്കിന് നാവ് കൊണ്ട് ഉച്ചരിച്ച് പറഞ്ഞു എന്ന് ഹദീസിൽ കാണാം. ആ സംഭവം നാം നേരത്തെ 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരു പാഠം, ഏത് നബിയെക്കുറിച്ചും ഏത് റസൂലിനെ കുറിച്ചും എന്ത് മഹത്വമുണ്ട് എന്ന് പറയുന്നത് കേട്ടാലും അതേ മഹത്വം നമ്മുടെ നബിക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ നബിയുടെ ഉമ്മത്തിലുള്ള ഔലിയാക്കന്മാർക്ക് തന്നെ അതേ മഹത്വം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതൊരു പൊതു നിയമമാണ്. ഫൈദ അലിംത ഫളുലൻ, ഫൈദ അലിംത നീ അറിഞ്ഞാൽ, ഫളുലൻ ഒരു സ്ഥാനത്തെ അറിഞ്ഞാൽ, ലിനബിയിൻ ഏതെങ്കിലും പ്രവാചകന് ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്, അള്ളാഹു ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ, ഫഅലം അന്ന നബിയ്യന ഊത്തിയ മിസ്ലഹു, നീ മനസ്സിലാക്കുക നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ സ്ഥാനം നൽകപ്പെട്ടിട്ടുണ്ട്. ഔ അജല്ല മിന്നു, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനം ബിഖാൻ ഉറപ്പായിട്ടും അങ്ങനെ നബിത്തങ്ങൾക്ക് അതുപോലത്തെ സ്ഥാനമോ അതിനേക്കാൾ വലിയ സ്ഥാനമോ നബിത്തങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പിക്കണം. ഇത് ഒരു പൊതു നിയമമായി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവരുടെ അൽ മുഹറർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചതായി കാണാം. അതുപോലെ ജവാഹിറുൽ ബിഹാറിലും വിശദീകരിച്ചതായി കാണാം. എന്ത്, ആദം നബി മുതൽക്ക് ഈസാ നബി വരെയുള്ള ഏതെങ്കിലും നബിമാർക്ക് ഏതെങ്കിലും റസൂലിന് ഒരു മഹത്വം ഒരു പ്രത്യേകത ഉണ്ട് എന്ന് അറിഞ്ഞാൽ മനസ്സിലാക്കിയാൽ നബിത്തങ്ങൾക്കത് ഇല്ല എന്നൊരിക്കലും വിചാരിക്കരുത്. നബിത്തങ്ങൾക്ക് അതോ അതിനേക്കാൾ വലുതോ ആയ പ്രത്യേകത മഹത്വം നബിത്തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പിക്കണം. അതിന് തെളിവ് കിട്ടേണ്ട ആവശ്യവും ഒരു ഹദീസ് പോലും കാത്തു നിൽക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത്, ജവാഹിറുൽ ബിഹാറിലും മറ്റും പറഞ്ഞത്. ഖാല സയ്യിദു ശുഅറായി ജമാലുദ്ദീൻ സുർസരിയു ഷിബുഹു ഹസ്സാൻ. ജമാലുദ്ദീൻ സുർസരി റളിയല്ലാഹു അൻഹു ഇവിഷയകമായി ഒരു ബൈത്ത് ചൊല്ലിയിട്ടുണ്ട്. അത് പെട്ടെന്ന് ചൊല്ലി നമുക്ക് നിർത്താം. സ്വലാത്തും വ തസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയത്തി മുഹമ്മദുനിൽ മബ്ഊസ് ലിന്നാസി റഹ്മതൻ വസയ്യിദുനാ ഔഹൽ ളലാലത മുസ്ലിഹൂ. മുഹമ്മദുൻ അൽ മബ്ഊസ് ലിന്നാസി റഹ്മതൻ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ജനങ്ങൾക്കും റഹ്മത്ത് നൽകുന്നവരായിട്ട്, റഹ്മത്ത് ഓഹരി ചെയ്യുന്നവരായിട്ടാണ് മുത്തുനബി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആ നിയോഗം ആലമുൽ അർവാഹിൽ വെച്ച് നടന്ന നിയോഗമാണെന്ന് നാം പണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. വസയ്യിദുനാ ഔഹൽ ളലാലത മുസ്ലിഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വഴികേടുകളെയും അധർമ്മങ്ങളെയും നിർവീര്യമാക്കിയ നേതാവാണ് മുസ്ലിഹു. എല്ലാ അധർമ്മങ്ങളെയും നിർവീര്യമാക്കി നന്മ കൊണ്ടുവന്ന നേതാവാണ്. ലൈൻ സബ്ബഹത്ത് സുമ്മുൽ ജിബാലി മുജീബതൻ ലിദാവൂദ ഔലാനൽ ഹദീദുൽ മുസഫഹു. ലൈൻ സബ്ബഹത്ത് സുമ്മുൽ ജിബാലി മുജീബതൻ, നല്ല ഉറച്ച കല്ലിൻ്റെ പാറമലകൾ ദാവൂദ് നബി അലൈഹിസ്സലാം ദിക്ർ ചൊല്ലുന്നത് പോലെ ദിക്ർ ചൊല്ലി തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഔലാനൽ ഹദീദുൽ മുസഫഹു, അല്ലെങ്കിൽ നല്ല അടഞ്ഞ ഇരുമ്പ്, ആ ഇരുമ്പ് ദാവൂദ് നബി അലൈഹി സ്വലാമിനിക്കായി ലോലമായി മാറിയിട്ടുണ്ടെങ്കിൽ ഫഇന്ന സുഖൂറ സുമ്മിലാനത്ത് ബികഫിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരം കൊണ്ട് തൊട്ട കാരണത്താൽ നല്ല ഉറച്ച പാറക്കല്ല് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായി ലോലമായി ഉഹദ് യുദ്ധത്തിൽ നാം മുമ്പ് വിവരിച്ചു. വഇന്നൽ ഹസ ഫീ കഫിഹി ലയുസബ്ബിഹു, മാത്രമല്ല ചിരൽ കല്ലുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ തസ്ബീഹ് ചൊല്ലലും ഉണ്ടായിട്ടുണ്ട്. വഇൻ കാന മൂസാ നബഅൽ മാഉ മിൻ അസ്വാ ഫമിൻ കഫിഹി ഖദ് അസ്ബഹൽ മാഉ യത്ഫഉ. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ വഇൻ കാന മൂസാ നബഅൽ മാഉ മിൻ അസ്വാ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കയ്യിലുള്ള ഒരു വടി, ആ വടി കൊണ്ട് പാറയിൽ അടിച്ചപ്പോൾ ആ പാറയിൽ നിന്ന്
വെള്ളം ഒഴുകിയിട്ടുണ്ടെങ്കിൽ ഫമിൻ കഫിഹി ഖദ് അസ്ബഹൽ മാഉ യത്ഫഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തം കരം പാറയിൽ അടിക്കാതെ തന്നെ സ്വന്തം മുത്തുനബിയുടെ കരങ്ങളിൽ നിന്ന്, കരങ്ങളുടെ വിരലുകളിലൂടെ ധാരാളം വെള്ളം നിറഞ്ഞ് വെള്ളം പാത്രത്തിൽ നിറഞ്ഞൊലിച്ചു. വലൗ കാനത് റിഹു റുഖാഉ മുതിഅതൻ സുലൈമാന ലാ തഅലു തസ്റുഹു വതസ്റഹു, എന്നാൽ കാറ്റ്, നല്ല ലോലമായ കാറ്റ്, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനിക്ക് എവിടേക്ക് പോകണമെങ്കിലും ആ കാറ്റ് വൈപ്പെട്ടുകൊണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോകുമായിരുന്നെങ്കിൽ ലാ തഅലു തറുഹു വതസ്റഹു, ആ കാറ്റ് ഒരിക്കലും യാതൊരു കുറവും വരുത്താതെ, വീഴ്ചയും വരുത്താതെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ രാവിലെ കൊണ്ടുപോയി വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരുന്നു. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫഇന്ന സ്വബാ കാനത്ത് ലിനസ്രി നബിയിനാ ബിറുബിൻ അലാ ഷഹീരിൻ ബിഹിൽ ഖസ്മു തക്ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫഇന്ന സ്വബാ കാറ്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിഴക്കൻ കാറ്റ്, കിഴക്ക് ഭാഗത്തുനിന്ന് വരുന്ന കാറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹായമായിട്ടുണ്ട്. കിഴക്കൻ കാറ്റ് കൊണ്ട് കിഴക്ക് ഭാഗത്തുനിന്ന് ഒരു കാറ്റടിച്ച് വീശി ശത്രുക്കളെ ശല്യം ചെയ്ത്, ശത്രുക്കളെ ഭയപ്പെടുത്തി പിന്തിരിപ്പിച്ച് ഓട്ടിയിട്ടുണ്ട് യുദ്ധങ്ങളിൽ. അത് കാറ്റ് കൊണ്ടുള്ള സഹായം സുലൈമാൻ നബി അലൈഹി സ്വലാമിക്ക് മാത്രമല്ല, നമ്മുടെ നബിക്കും കാറ്റ് കൊണ്ട് സഹായം ലഭിച്ചിട്ടുണ്ട്. നുസിർത്തു ബിസ് സബാ എന്ന് ഹദീസിൽ കാണാം, കിഴക്കൻ കാറ്റ് കൊണ്ട് എനിക്ക് സഹായം നൽകപ്പെട്ടു. അതുപോലെ മറ്റൊരു സഹായമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട്, നബി തങ്ങളെ കാരണത്താൽ ഒരു മാസം യാത്ര ചെയ്താലുള്ള വൈദൂരത്തിൻ്റെ അപ്പുറത്തുള്ള ശത്രുക്കൾ പേടിച്ച്, മാനസികമായി പേടിച്ച് അവർ വിറച്ചു പോകുമായിരുന്നു. കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ പേടിയുണ്ടെങ്കിലും അവർ യുദ്ധത്തിന് വരുമെങ്കിലും അവർക്ക് ഒന്നോ രണ്ടോ ആളുകളെ കൊണ്ടൊന്നും നബി തങ്ങളുടെ അടുത്തേക്ക് നേരിടാൻ വരാൻ കഴിയൂല, അത്ര പേടി. അപ്പോൾ പേടി കൊണ്ട് സഹായിക്കപ്പെട്ടു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേടി കൊണ്ട് ബിഹിൽ ഖസ്മു തക്ലഹു, ശത്രുക്കൾ മുഖം ചുളിക്കുമായിരുന്നു പേടിച്ച്. വൈന്നൂതിയൽ മുൽക്കൽ അലീമ വസുഖിറത് ലഹുൽ ജിന്നു തസ്ആ ബിൽ അറാളി വതഖദഹു. അതുപോലെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനിക്ക് വലിയ രാജാധികാരം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ വസുഖിറത് ലഹുൽ ജിന്നു തസ്ആ, അദ്ദേഹത്തിനിക്ക് ജിന്നുകളെ കീഴ്പ്പെടുത്തപ്പെട്ടു. തസ്ആ ബിൽ അറാളി വതഖദഹു, ജിന്നുകൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുന്നത് അനുസരിച്ച് ഭൂമിയിലൂടെയൊക്കെ പോകും, അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയും ചെയ്യും. എന്നാൽ ഫഇന്ന മഫാത്തിഹൽ ഉമൂരി ബിഅസ്രിഹ അതതുഹു ഫറദ്ദസാഹിദുൽ മുതറജ്ജിഹു, ജിന്നുകളിൽ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ സ്വാധീനങ്ങളുടെയും താക്കോലുകൾ, ഖജനാവുകൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടു. മുത്തുനബിയുടെ അടുത്തേക്ക് വന്നു. ഫറദ്ദസാഹിദുൽ മുതറജ്ജിഹു, അതിൽ താല്പര്യമില്ലാതെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വേണ്ട, എനിക്കങ്ങനെ ബാഹ്യമായ ഒരു രാജാധികാരം വേണ്ട എന്ന് വെച്ചു. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാഹ്യമല്ലാതെ ആന്തരികമായി ആ ഒരു ശക്തി നബി തങ്ങൾക്ക് ഉണ്ട്, ആ ഭരണശക്തി. വഇൻ കാന ഇബ്രാഹിമു ഉതിയ ഖുല്ലതൻ വമൂസാ ബിതക്ലീമൻ അലത്തൂരി യുംനഹു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനിക്ക് ഖലീൽ എന്ന് സ്ഥാനം അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിനിക്ക് തൂരി സീന പർവ്വതത്തിൽ വെച്ച് അള്ളാഹിനോട് സംസാരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഒരു പ്രത്യേകത, സംസാരിക്കുന്ന പ്രത്യേകത നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫലഹുവൽ ഹബീബു വൽ ഖലീലു മുക്കല്ലമുൻ, അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുമാണ് ഖലീലുമാണ്. അതൊക്കെ നാം നേരത്തെ വിശദീകരിച്ചതാണ്. മുക്കല്ലമുൻ മാത്രമല്ല, നബിത്തങ്ങളും അള്ളാഹിൻ്റെ കലീമുള്ളയാണ്, മുക്കല്ലമാണ്. മൂസാ നബി മാത്രമല്ല കലീമുള്ള,
നമ്മുടെ നബി എന്തായാലും കലീമുള്ളയാണ്. അത് എവിടുന്ന് മൂസാ നബിയോടും സംസാരിക്കുന്നതിന് മുമ്പ് ആലമുൽ അർവാഹിൽ വെച്ച് സംസാരിച്ചു അല്ലാഹു തആല. പിന്നെ ഭൂമിയിൽ വന്നതിന് ശേഷം ഇസ്രാ മിഅ്റാജിലും സംസാരിച്ചു. വയഖ്തസ്സു ബിർറുയ, മാത്രമല്ല മുത്തനബിക്ക് മൂസാ നബിക്ക് ഇല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. മൂസാ നബി സംസാരിച്ചിട്ടേ ഉള്ളൂ. മുത്തനബി അള്ളാഹുവിനെ റുയ എന്ന് പറഞ്ഞാൽ കാണുക, നേരെ കണ്ണുകൊണ്ട് കണ്ടിട്ടുമുണ്ട്. അബിൽ ഹഖ് അഷ്റഹു, മാത്രമല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് തആലയെ അള്ളാഹു തആലയെ മൂസാ നബി അലൈഹി ഇസ്ലാമിനേക്കാൾ അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള ആളാണ്. കാരണം അള്ളാഹിനെ കാണുക തന്നെ ചെയ്തിട്ടുണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ണോട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. വബിൽ മഖ്അദിൽ അഅലൽ മുഖറബിനാ ലഹു അതാഉൽ ലിഐനൈഹി അഖറു വഅബ്റഹു, മാത്രമല്ല അബിൽ മഖ്അദിൽ അഅലൽ മുഖറബ്, ഏറ്റവും സമുന്നതമായ മുഖറബായ ഒരു സീറ്റ് സ്ഥാനം നബി തങ്ങൾക്ക് ഉണ്ട്. നാളെ വസീല ഫദീല എന്ന് പറയുന്ന ഷഫായത്തിൻ്റെ മഖാമാണത്, മഹ്ശറിൽ കിട്ടാൻ പോകുന്ന. നാലഹു അത്വാഉൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വലിയ ഒരു ഓഫറായി ലഭിച്ച സംഗതിയാണ്. ലി ഐനൈഹി അഖറു വ അബ്റഹു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും കൺകുളിർമയാവുന്നതും നബി തങ്ങൾക്ക് കൗതുകമാർന്നതുമായ ഒരു അനുഭൂതിയാണത്. അത് നബി തങ്ങൾക്കേ ഉള്ളൂ, വേറെ ആർക്കുമില്ല. അബിർ റുതുബത്തിൽ ഉല്യൽ വസീലത്തി, വസീല എന്ന് പറയുന്ന എല്ലാവർക്കും വസീലയായി ഷഫായത്ത് ചെയ്യുന്ന ഒരു സ്ഥാനവും നബി തങ്ങൾക്കും ഉണ്ട്. ദൂനഹ, അതിൻ്റെ ചോടയാണ് മറാത്തിബു അർബാബിൽ മവാഹിബി തത്മഹു, ഏതെല്ലാം സ്ഥാനമാനങ്ങൾ ആർക്കൊക്കെ നൽകപ്പെട്ടോ ആ വാക്താക്കളുടെയൊക്കെ സ്ഥാനങ്ങൾ നബിത്തങ്ങളുടെ ഈ സ്ഥാനത്തിൻ്റെ ചോടയാണ്. വസീല ഫദീല എന്ന് പറയുന്ന സ്ഥാനത്തിൻ്റെ ചോടയാണ്. അവരുടെ സ്ഥാനങ്ങളൊക്കെ തത്മഹു, ഈ സ്ഥാനങ്ങളോട്, ഈ സ്ഥാനം കണ്ടിട്ട് നബിത്തങ്ങളുടെ സ്ഥാനം കൊണ്ട് ആശ്ചര്യത്തോടെ അവർ നോക്കും. വലഹുവ ഇലൽ ജന്നാത്തി അവ്വലു ദാഖിലി ലഹു ബാബുഹാ ഖബ്ലൽ ഖലായിക യുഫ്തഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, മാത്രമല്ല നബി തങ്ങളാണ് ലോകത്ത് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അതിന് മുമ്പ് ആരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂല. പണ്ട് ഇദ്രീസ് നബി അലൈഹി സ്വലാം സ്വർഗത്തിലേക്ക് ഒന്ന് പോയി എന്ന് പറയുന്നുണ്ട്. അത് സ്വർഗത്തിൻ്റെ സംവിധാനങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാൻ വേണ്ടി പോയതാണ്, അല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള പോക്കല്ല. ഉദ്ഘാടനം ചെയ്യാതെ ഉള്ള പോക്ക് ഔദ്യോഗികമാവില്ല. നബിത്തങ്ങളാണ് സ്വർഗത്തെ ഉദ്ഘാടനം ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് അതിൻ്റെ താക്കോല്. ലഹു ബാബുഹാ ഖബ്ലൽ ഖലായിക യുഫ്തഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ സ്വർഗത്തിൻ്റെ താക്കോല്, സ്വർഗത്തിൻ്റെ കവാടം, ഗേറ്റ് എല്ലാ ജനങ്ങളുടെ, എല്ലാ സൃഷ്ടികളുടെയും മുമ്പായിട്ട് നബിത്തങ്ങൾക്ക് വേണ്ടി ആ ഗേറ്റ് തുറക്കപ്പെടും. നബിത്തങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുക.